മൈജിയുടെ കുടുംബത്തിലെ അംഗമായിട്ട് ഞാൻ വന്നിട്ട് കുറച്ച് വർഷങ്ങളായി. ഞാൻ വന്നതിന് ശേഷവും അതിനു മുമ്പും ഒക്കെ മൈജിയുടെ വളർച്ച വളരെ സന്തോഷത്തോടെ കാണാറുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ വന്നതിന് ശേഷം ഇത്തിരി സന്തോഷം കൂടുതലാണ്. കഴിഞ്ഞ വർഷവും അതെ, ഈ 100ാമത്തെ ഷോറൂം അല്ലല്ല, അതിനു മുമ്പേ ഞാൻ ഇനോഗ്രേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ മൈജി എന്ന വലിയ സ്ഥാപനത്തിന്റെ വളർച്ചയുടെ ഓരോ പടവിലും വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞാനും മൈജി കുടുംബത്തിലെ അംഗമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇന്നിപ്പോ വലിയ സന്തോഷമുണ്ട്. ഇന്ന് ഇവിടെ 112ാമത്തെ ഷോറൂം കരുനാഗപ്പള്ളിയിൽ തുറക്കുകയാണ്. ഗണേശേട്ടനോടൊപ്പം ഒരു വേദിയിൽ നിൽക്കാനും ഇങ്ങനെ സംസാരിക്കാനും ഒക്കെ സാധിച്ചിട്ട് ഒരുപാട് വർഷമായി. അപ്പൊ അതിന്റെ വലിയൊരു സന്തോഷം എനിക്കുണ്ട്. പിന്നെ ഉറപ്പായിട്ടും മൈജി കുടുംബത്തിന്റെ ഒരു കൂട്ടായ്മയും ഒരു സ്നേഹവും ഒക്കെ എപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഷാജി എന്ന നേതാവ് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന രീതിയൊക്കെ വളരെ കണ്ടു പഠിക്കേണ്ടതായിട്ടുള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടു പഠിച്ചിട്ടുമുണ്ട്. അപ്പൊ തിരിച്ചങ്ങോട്ടും മൈജിയുടെ കുടുംബം അങ്ങോട്ട് അദ്ദേഹത്തോടും കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയും ഒക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. അത് തന്നെയാണ് മൈജി എന്ന ബ്രാൻഡിന്റെ വളർച്ചയുടെ പ്രധാന കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെ തന്നെ ഇതിലും അധികം ഭംഗിയായി ഇനിയും ഒരുപാട് വർഷങ്ങളോളം മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷവും ആശംസകളും നേരുന്നു. താങ്ക് യു. മൈജിയുടെ 112ാമത്തെ ഷോറൂമാണ് കരുനാഗപ്പള്ളിയിൽ തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു കരുനാഗപ്പള്ളി തന്നെ മറ്റൊരു ഷോറൂം കൂടെയുണ്ട്. രണ്ടാമതൊരു ഷോറൂം വരെയാണ്. അതിൽ നമ്മൾ ഈ മഞ്ജു പരസ്യത്തിൽ പറയുന്ന പോലെ ഹൗസ് ഹോൾഡ് ഐറ്റംസ്, കിച്ചൺ ആക്സസറീസ് എല്ലാ സാധനങ്ങളും ഉള്ള ഒരു ഷോറൂമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് ഈ ഷാജിയെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ഒരു അനിയനെ പോലെയാണ്. അനിയനാണ് ശരിക്കും പറഞ്ഞാൽ. ഞങ്ങൾ കുടുംബ സുഹൃത്തുക്കളാണ്. മിക്കവാറും ദിവസം ഷാജിയെ വിളിക്കും, അല്ലെങ്കിൽ എന്നെ വിളിച്ചില്ലെങ്കിൽ എൻ്റെ വൈഫിനെ എങ്ങനെ വിളിക്കും, അവരമ്മ സംസാരിക്കും. ഞാൻ അതുകൊണ്ടാണ് ഈ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിൽ വന്നത് തന്നെ. പക്ഷെ എനിക്ക് അഭിമാനമുള്ളത് മലയാളിയായ ഒരു ചെറുപ്പക്കാരൻ കേരളത്തിൽ തന്നെ സംരംഭം ആരംഭിച്ച് 112 ശാഖകൾ പിന്നിടുമ്പോഴാണ് 3200-ലധികം യുവാക്കൾക്ക് ജോലി നൽകും. ചെറിയ കാര്യമല്ല. 3200ഓളം വരുന്ന ജോലി. ഇപ്പൊ പറഞ്ഞു അടുത്ത 30 ഷോറൂം കൂടി തുടങ്ങുമ്പോൾ 2000 പേർ കൂടി ജോലി കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു. ഏതാണ്ട് 4000 കോടി രൂപയുടെ ടേൺ ഓവറാണ് അല്ലേ ഈ വർഷം 2025 പ്രതീക്ഷിച്ച 5000 കോടി. 2025 5000 കോടി, 4000 കോടി ഇപ്പോൾ ആയി. 5000 കോടിയുടെ ടേൺ ഓവർ കേരളത്തിന്റെ ഉള്ളിൽ തന്നെ. കേരളത്തിന് പുറത്ത് ശാഖകളില്ല, വിദേശത്തില്ല. അതല്ല ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ കേരളത്തിന്റെ ഉള്ളിൽ ഒരു മലയാളിയായ ഒരു ഇൻവെസ്റ്റർ, നമ്മൾ കേരളത്തെ ഓർത്ത് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നേട്ടമാണ്. കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ നിക്ഷേപ സൗഹൃദമല്ല, പിന്നെ ഇവിടെ വന്നാൽ വലിയ കുഴപ്പമാണ് എന്നെല്ലാം പറയുന്നവർക്കുള്ളൊരു ഉത്തരം തന്നെയാണ് മൈജി ഷാജി എന്ന് പറയുന്നത്. മൈജി എന്ന പ്രസ്ഥാനം ഇത്രയും ശാഖകൾ തുടങ്ങുകയും 3200-ലധികം ആൾക്കാർക്ക് ജോലി, ഇനി ഒരു 2000 പേർ കൂടെ ജോലി വരാൻ പോകുന്നു. 4000 കോടിയുടെ ടേൺ ഓവറിൽ നിന്ന് 5000 കോടിയിലേക്ക് മാറാൻ പോകുന്നു. ഇതെല്ലാം കേരളത്തിന്റെ വളർച്ചയുടെ ഭാഗമാണ്. ഇനിയും കൂടുതൽ ശാഖകൾ തുടങ്ങാൻ ദൈവം ഷാജിയെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നല്ല മനസ്സാണ്. കാരണം ഒരുപാട് ആളുകളെ സഹായിക്കാനും ഇതോടൊപ്പം തന്നെ ഈ വ്യവസായത്തോടൊപ്പം ഒരുപാട് സഹായം ചെയ്യേണ്ടത്. ഈ ആമിർ ഖാനേക്കാൾ സൗന്ദര്യമുള്ള മുഖം പോലെ തന്നെയാണ് മനസ്സും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആമിർ ഖാന്റെ അനിയനാണെന്ന് തോന്നുന്നു കണ്ടേ. പക്ഷെ അതുപോലെ തന്നെ സൗന്ദര്യമുള്ള മനസ്സാണ്. എന്നും നന്നായിരിക്കട്ടെ എന്ന് ഞാൻ സ്വന്തമായിട്ട് കേരളത്തിൽ തന്നെ ഫാക്ടറി തുടങ്ങിയിട്ട് ഒരുപാട് അതിലും ജോലി. അതെ, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനെ നടന്നു വരുമ്പോൾ എന്നോട് പറഞ്ഞു, റെഫ്രിജറേറ്ററൊക്കെ അവിടെ ഇരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇതിന്റെ ഈ മൈജിയുടെ ബ്രാൻഡിൽ തന്നെ ഒരു റെഫ്രിജറേറ്റർ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി തുടങ്ങണം, അതിലൂടെ കുറെ ആളുകൾക്ക് ജോലി കൊടുക്കണം. അത് കേരളത്തിൽ തന്നെ തുടങ്ങണമെന്ന് ഞാൻ ഷാജിയോട് അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിൽ തന്നെ തുടങ്ങും. കാരണം ഷാജിയുടെ ബ്രാൻഡിൽ ഇപ്പോൾ കുറെ പിന്നെ മൈജിയുടെ ബ്രാൻഡിൽ തന്നെ കുറെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇനി TV, കിച്ചൺ അപ്ലയൻസസ് എല്ലാം വന്നു. ഇനി ഫ്രിഡ്ജ് വരും. അപ്പൊ അതെല്ലാം കേരളത്തിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം, അതിന്റെ ഫാക്ടറി കേരളത്തിൽ തന്നെ സ്ഥാപിക്കാമെന്ന് ഷാജി സമ്മതിച്ചിട്ടുണ്ട്. അതിന് മലയാളികൾ അദ്ദേഹത്തോട് നന്ദിയും കടപ്പാടുള്ളവരെ. മലയാളികളായ നമ്മൾ വിജയിപ്പിച്ച പ്രസ്ഥാനമാണ്, അത് ഓർക്കണം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അൺബിലീവബിൾ ആയിട്ടുള്ള ഓഫേഴ്സ് ആണ്. 350 രൂപയ്ക്ക് ഫോൺ കൊടുക്കുന്നുണ്ട്, 3999 രൂപയ്ക്ക് TV കൊടുക്കുന്നുണ്ട്. ഒരുപാട് പറഞ്ഞാൽ തീരാത്ത അത്രയും ഓഫേഴ്സ് വാങ്ങിച്ചു നോക്കുമ്പോൾ എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇടങ്ങളൊക്കെ ഇല്ലാതെ പർച്ചേസ് ചെയ്തുകൊണ്ടാണ്.
ഇത്രയും വലിയ ടേൺ ഓവറും ഇടനിലക്കാരില്ലാതെ പറ്റിയിരുന്നതുകൊണ്ടാണ് മൈക്ക് ഇത്രയും അധികം ഓഫർ കൊടുക്കുന്നത്. മൈയുടെ ഏറ്റവും വലിയ ക്യാപ്ഷൻ തന്നെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും പുതിയ മോഡലുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്.